ഇന്ത്യ ഗ്ലിറ്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാൻ വിനീത് ശ്രീനിവാസൻ. ഞാനിപ്പോൾ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ ഞങ്ങളുടെ പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണുള്ളത്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് അൻവർ സാദിഖ് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെയ്സൺ എളംകുളം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് ജിത്തു ദാമോദർ. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് ഷാൻ റഹ്മാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ലൊക്കേഷനിലൊരു ഔട്ട്ഡോർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ നമിത പ്രമോദ്. ഞാനിപ്പോൾ ഉള്ളത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന എൻ്റെ പുതിയ മൂവിയുടെ ലൊക്കേഷനിലാണ്. ശരിക്കും എന്താ പറയുക, വളരെ രസമായിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. ബിക്കോസ് ശരിക്കും അൻവർ സാദിഖ് പുള്ളിക്കാരൻ്റെ ഡെബ്യൂ ഡിറക്ഷൻ രീതിയിലുള്ളൊരു മൂവിയാണ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമലി കേൾക്കുന്ന കഥകളെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവി പ്രസൻറ്റ് ചെയ്യുന്ന രീതി ആയത് കാരണം അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഉടനെ തന്നെ യെസ് പറഞ്ഞ ഒരു മൂവി കൂടിയാണ് ഓർമ്മയുണ്ടോ മുഖം. എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമാണ് ഈ മൂവിയിൽ. ഇപ്പോൾ വിനീതേട്ടനാണെങ്കിൽ ഒരു ഡിറക്ഷൻ രീതിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു, ഇപ്പോൾ തീരാ. അതിനുശേഷം വീണ്ടും ആക്ടിങ്ങിലേക്ക് വരുന്ന ഒരു മൂവിയാണ് ശരിക്കും ഓർമ്മയുണ്ടോ ഈ മുഖം. പിന്നെ അജു ചേട്ടൻ, അങ്ങനെ കുറേ ആളുകളുണ്ട്. സൗമ്യ, രോഹിണി ചേച്ചി, ലക്ഷ്മി ചേച്ചി, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു എനർജി ശരിക്കും നമുക്ക് ഈ മൂവിയിൽ മൊത്തത്തിൽ കാണാൻ പറ്റും. വെരി ഹാപ്പി. ആൻഡ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ നിത്യ എന്നാണ്. നിത്യ ഈസ് എ വെരി ആക്റ്റീവ്, എന്താ പറയുക, ഒരു ട്രെൻഡി യങ്സ്റ്റർ. ഇവർ രണ്ടുപേരുടെയും ലൈഫിൽ നടക്കുന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ എൻ്റർടൈനർ ആയിട്ടുള്ളൊരു മൂവിയാണ് ഓർമ്മയുണ്ടോ മുഖം.